+1 ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 14 മാത്തമാറ്റിക്കൽ റീസണിംഗ് പാർട്ട് 3 വാലിഡേറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈഫ് ദെൻ, അതുപോലെ തന്നെ ഈഫ് ആൻഡ് ഓൺലി ഇഫ് എന്നിങ്ങനെയുള്ള ഇംപ്ലിക്കേഷൻ. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുന്നത്, ഈ കാര്യമാണ് നാം ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഈഫ് ദെൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ്, ആ ഇംപ്ലിക്കേഷൻ വരുമ്പോൾ എങ്ങനെയാണ് നാം പ്രൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെല്ലാം മെത്തേഡിലൂടെ ആ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാം. ഒരു ഇംപ്ലിക്കേഷൻ, P implies Q. If a number is a multiple of 2, then it is even. നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ കമ്പോണൻറ്റുകളൊന്ന് നോക്കാം. അതായത് ആദ്യത്തെ കമ്പോണൻറ്റ്, എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. രണ്ടാമത്തെ കമ്പോണൻറ്റ്, എ നമ്പർ ഈസ് ആൻ ഈവൺ നമ്പർ. P implies Q, അതായത് P എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2, Q എ നമ്പർ ഈസ് എൻ ഈവൺ നമ്പർ. ഇവിടെ നാം പ്രൂവ് ചെയ്യുന്നത്, അതായത് P implies Q എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ ആദ്യം ചെയ്യുന്നത് അസ്യൂം P ഈസ് ട്രൂ, then we have to prove that Q is true. ഇതിനാണ് നാം പറയുന്നത് ഡയറക്റ്റ് മെത്തേഡ്. ദെൻ രണ്ടാമത്തെ ഒരു മെത്തേഡ്, അസ്യൂം ദാറ്റ് Q ഈസ് ഫാൾസ്, ദെൻ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് P ഈസ് ഫാൾസ്. അതിനാണ് നാം പറയുന്നത് കോൺട്രഡിക്ഷൻ മെത്തേഡ്. ഇങ്ങനെ രണ്ട് വ്യത്യസ്ത മെത്തേഡിലൂടെയാണ് ഈഫ് ദെൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യുന്നത്, അതിൻ്റെ വാലിഡിറ്റി പരിശോധിക്കുന്നത്. നമുക്ക് ഈ കാര്യമൊന്ന് നോട്ടിലേക്ക് എഴുതി വയ്ക്കാം. ഇങ്ങനെ ബോർഡറിലുള്ളതാണ് നോട്ടിലേക്ക് എഴുതേണ്ടതെന്ന് അർത്ഥം. നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഡയറക്റ്റ് മെത്തേഡ്. ഫസ്റ്റ് അസ്യൂം ദാറ്റ് P ഈസ് ട്രൂ, ദെൻ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് Q ഈസ് ട്രൂ. അതാണ് ഡയറക്റ്റ് മെത്തേഡ്. നമ്മൾ സ്ഥിരം ചെയ്യുന്നത് ഡയറക്റ്റ് മെത്തേഡ് തന്നെയാണ്. ഇത് രണ്ടാമത്തെയാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ്. P implies Q ആണെങ്കിൽ രണ്ടാം ഭാഗമായ Q ഫാൾസ് ആണ് എന്ന് തുടങ്ങിയിട്ട് P ഫാൾസ് ആണ് എന്ന നിഗമനത്തിൽ എത്തിച്ചേരുന്നു. അതായത് ഫസ്റ്റ് അസ്യൂം ദാറ്റ് Q ഈസ് ഫാൾസ്, ദെൻ പ്രൂവ് P ഈസ് ആൾസോ ഫാൾസ്. ഈഫ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ അടുത്ത കേസ്, ഈഫ് ആൻഡ് ഓൺലി ഈഫ്. ഈഫ് ആൻഡ് ഓൺലി ഈഫ് എന്ന് പറഞ്ഞാൽ P ഈഫ് ആൻഡ് ഓൺലി ഈഫ് Q. അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? നമുക്കറിയാം P ഈഫ് ആൻഡ് ഓൺലി ഈഫ് Q എന്ന് പറഞ്ഞാൽ, അതായത് P ഈസ് ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ Q. അങ്ങനെയാണെങ്കിൽ P ഇംപ്ലൈസ് Q എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടി വരും, Q ഇംപ്ലൈസ് P എന്നുള്ളതും പ്രൂവ് ചെയ്യേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കമ്പോണൻറ്റ് P എന്നുള്ളത് എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2, Q എന്ന് പറഞ്ഞാൽ എ നമ്പർ ഈസ് എൻ ഈവൺ നമ്പർ. അപ്പോൾ നാം പ്രൂവ് ചെയ്യുന്നത് ഫസ്റ്റ് അസ്യൂം ദാറ്റ് P ഈസ് ട്രൂ, then we have to prove that Q is true. Then second, we assume that Q is true, then we have to prove that P is true. ആ മെത്തേഡാണ് ഈഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന കേസിൽ നാം ചെയ്യുന്നത്. നമുക്ക് ഈ കാര്യം ഒന്ന് നോട്ടിലേക്ക് എഴുതി വെക്കണം. ഈഫ് ആൻഡ് ഓൺലി ഇഫ് എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്? ആദ്യം LHS സ്റ്റാർട്ട് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ RHSലെത്തുന്നു. രണ്ടാം ഭാഗം കോൺവേഴ്സ് എന്നുള്ള നിലയ്ക്ക് Q അസ്യൂം ചെയ്ത്, അതായത് Q ഈസ് ട്രൂ എന്ന് തുടങ്ങി P ഈസ് ട്രൂ എന്ന കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നു. ഇതാണ് ഈഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ പ്രോബ്ലംസ്. ഈ സെക്ഷനിൽ ആകെ 14.12345 5 സെക്ഷനാണുള്ളത്. അതിൽ ആദ്യത്തെ 4 സെക്ഷനും ഈ ഭാഗത്താണ് നാം സോൾവ് ചെയ്യുന്നത്. 14.1, 14.2, 14.3, 14.4, 14.5 നെക്സ്റ്റ് ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം എക്സസൈസ് 14.1. നമ്മളിവിടെ ടെസ്റ്റിൽ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് അതുപോലെയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ടെസ്റ്റിൽ സോൾവ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ്. 14.1 ഫസ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആർ സ്റ്റേറ്റ്മെൻറ്റ്സ്? 10 സെൻറ്റൻസാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ, ദർ ആർ 35 days in a month. Mathematics is difficult.
Third, the sum of 5 and 7 is greater than 10. Fourth, the square of a number is an even number. Fifth, the sides of a quadrilateral have equal length. 6. Answer this question. ഏഴാമത്തെ, the product of -1 and 8 is 8. എട്ടാമത്തെ, the sum of all interior angles of a triangle is 180 degree. 9. Today is a windy day. പത്താമത്തെ, all real numbers are complex numbers. ഇങ്ങനെ 10 എണ്ണം. ഇതിൽ സ്റ്റേറ്റ്മെൻ്റ് ആവുന്നതുണ്ട് അല്ലാത്തതും ഉണ്ട് എന്നർത്ഥം. ഇവിടെ ആദ്യത്തെ ദർ ആർ 35 ഡേയ്സ് ഇൻ എ മന്ത്, അത് ക്ലിയർ ആണ്. ഒന്നുകിൽ അത് ട്രൂ ആണ് അല്ലെങ്കിൽ അത് ഫാൾസ് ആണ് എന്ന് എഴുതാം. നമുക്കറിയാം 28, 29, 30, 31 ഇങ്ങനെ ദിവസങ്ങളുള്ള മാസങ്ങളാണ് നമ്മളുടെ കയ്യിലുള്ളത്. ഇവിടെ 35 ഡേയ്സ് ഉള്ള ഒരു മാസവും ഇല്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് ഫാൾസ്. കൃത്യമായിട്ട് എപ്പോഴും നമുക്ക് ഫാൾസ് എന്ന് പറയാം. നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് ആവുന്നത്, ഒരു സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻ്റ് ആവുന്നത് അത് എല്ലായ്പ്പോഴും ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഫാൾസ് ആയിരിക്കണം. ഒരേ സമയം ട്രൂവും ഫാൾസും ആകരുത് എന്നർത്ഥം. ഇവിടെ ഫസ്റ്റ് എല്ലായ്പ്പോഴും ഫാൾസാണ്, അതുകൊണ്ട് അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നർത്ഥം. ഇത് രണ്ടാമത്തെ, മാത്തമാറ്റിക്സ് ഈസ് ഡിഫിക്കൽട്ട്. മാത്തമാറ്റിക്സ് ഡിഫിക്കൽട്ട് ആയവരുണ്ട് അല്ലാത്തവരുണ്ട്, അതുകൊണ്ട് അതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇനി മൂന്നാമത്തെ, സം ഓഫ് 5 and 7 ഈസ് ഗ്രേറ്റർ ദാൻ 10. അതെല്ലായ്പ്പോഴും ശരിയായ ഒരു സെൻറ്റൻസാണ്. എല്ലായ്പ്പോഴും 12 ഗ്രേറ്റർ ദാൻ 10 തന്നെയാണ്, അതുകൊണ്ട് അത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ചുരുക്കം. നാലാമത്തെ, ദ സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് എൻ ഈവൺ നമ്പർ. സ്ക്വയർ ഓഫ് എ നമ്പർ ഈവൺ ആവുന്നതുണ്ട്, ഈവൺ അല്ലാത്തതുണ്ട്. ഇപ്പോൾ 2ൻ്റെ സ്ക്വയർ 4 ആണ്, 3യുടെ സ്ക്വയർ 9 ആണ്. ഓഡ് വരുന്നതും ഈവൺ വരുന്നതും ഉണ്ട്. ഇപ്പോൾ ചില സമയത്ത് ശരിയാവും, ചില സമയത്ത് തെറ്റാവും എന്നർത്ഥം. ദ സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഹാവ് ഈക്വൽ ലെങ്ത്. ഈക്വൽ ലെങ്ത് ആവുന്നതുണ്ട്, ഈക്വൽ അല്ലാത്തതുണ്ട്. ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 സൈഡും ഈക്വൽ ആകുമ്പോൾ അത് സ്ക്വയർ ആവും. 4 സൈഡ് തുല്യമല്ലാതെ വരുമ്പോൾ 2 ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, അങ്ങനെയാണെങ്കിൽ അത് ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും. അപ്പോൾ റെക്റ്റാങ്കിളും ക്വാഡ്രിലാറ്ററലാണ്, സ്ക്വയറും ക്വാഡ്രിലാറ്ററലാണ്. അതുകൊണ്ട് അത് ഒരേ സമയം ശരിയുമാണ് തെറ്റുമാണ്. ആൻസർ ദിസ് ക്വസ്റ്റ്യൻ, അത് ഒരു ക്വസ്റ്റ്യനാണ്. അതിന് യെസ്, ട്രൂ എന്നോ ഫാൾസ് എന്നോ പറയാനാവില്ല. അതുകൊണ്ട് അതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല എന്ന് ചുരുക്കം. ഏഴാമത്തെ, ദ പ്രോഡക്റ്റ് ഓഫ് -1 and 8 ഈസ് 8. -1 × 8 എന്നുള്ളത് -8 ആണ്. ഇവിടെ 8 ആണ്, അപ്പോൾ അത് തെറ്റാണ്, കൃത്യമായി തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നർത്ഥം. ദ സം ഓഫ് ഓൾ ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. അത് കൃത്യമായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്, ശരിയുമാണ്. ടുഡേ ഈസ് എ വിൻഡി ഡേ. ടുഡേ ഈസ് എ ഹോളിഡേ, ടുഡേ ഈസ് എ വിൻഡി ഡേ തുടങ്ങിയ ദിവസത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത് ഒരേ സമയം ശരിയുമാണ് തെറ്റുമാണ്, ട്രൂ ആണ് ഫാൾസാണ്. അതുകൊണ്ട് അത് സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഓൾ റിയൽ നമ്പേഴ്സ് ആർ കോംപ്ലക്സ് നമ്പേഴ്സ്. എല്ലാ റിയൽ നമ്പേഴ്സിനെയും നമുക്ക് കോംപ്ലക്സ് നമ്പറിൻ്റെ രൂപത്തിൽ എഴുതാം. അതുകൊണ്ട് അതൊരു ട്രൂ സെൻറ്റൻസ് ആണ്, അതായത് അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് ചുരുക്കം. അതായത് ഇപ്പോൾ ഈ പറഞ്ഞതിൽ 1, 3, 7, 8, 10 ഇതെല്ലാം സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിൾ ആണെന്നർത്ഥം. നമുക്ക് ആൻസറായിട്ട് എഴുതുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ 1, 3, 7, 8, 10. ആ സീരിയൽ നമ്പറിലുള്ളതെല്ലാം സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ചുരുക്കം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2, ഗിവ് 3 എക്സാമ്പിൾസ് ഓഫ് സെൻറ്റൻസസ് വിച്ച് ആർ നോട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റേറ്റ്മെൻ്റ് അല്ലാത്ത സെൻറ്റൻസിന് ഉദാഹരണം. വേർ ആർ യു ഗോയിങ്? ദെൻ ഷീ ഈസ് എ ഡോക്ടർ. അപ്പോൾ ഷീ ഈസ് എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഷീ ഡോക്ടർ ആണെങ്കിൽ അത് ശരിയാണ്. ഷീ ഡോക്ടർ അല്ലെങ്കിൽ അത് അതായത് ഷീ ഡോക്ടർ ആവുന്നതുണ്ട് അല്ലാത്തതുണ്ട് എന്നർത്ഥം. ദെൻ തേർഡ്, യു ലുക്സ് ബ്യൂട്ടിഫുൾ. യു ലുക്സ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ എന്തു ഭംഗി നിന്നെ കാണാൻ എന്ന് പറഞ്ഞാൽ അവിടെ ട്രൂ എന്നോ ഫാൾസ് എന്നോ പറയാനാവില്ല. അതുകൊണ്ട് അതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല എന്നർത്ഥം. അപ്പോൾ ഈ മൂന്നും സ്റ്റേറ്റ്മെൻ്റ് അല്ലാത്തതിന് എക്സാമ്പിളാണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 10 എണ്ണത്തിൽ 5 എണ്ണമായിരുന്നു സ്റ്റേറ്റ്മെൻ്റ് ആയി വന്നിരുന്നത്, അല്ലാത്ത 5 എണ്ണം സ്റ്റേറ്റ്മെൻ്റ് അല്ല.
Then exercise 14.2. Write the negation of the following statements. നമുക്കൊരു 5 ക്വസ്റ്റ്യൻ ആണുള്ളത്. ചെന്നൈ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് തമിഴ്നാടു. നമുക്കതിന് ചെന്നൈ ഈസ് നോട്ട് ദ ക്യാപിറ്റൽ ഓഫ് തമിഴ്നാടു എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ചെന്നൈ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് തമിഴ്നാടു എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ് ചെന്നൈ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് തമിഴ്നാടു എന്ന് എഴുതാം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ചെന്നൈ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് തമിഴ്നാടു. ഇങ്ങനെ 4 വ്യത്യസ്ത തരത്തിൽ എഴുതാം. നമുക്ക് ഏറ്റവും എളുപ്പം ഇവിടെ ഈസ് എന്നുള്ളിടത്ത് നോട്ട് എന്ന് ചേർത്താൽ മതിയായിരിക്കും. ചില സമയത്ത് എവരി അതേ രീതിയിലുള്ള ചില സമയത്ത് ബുദ്ധിമുട്ട് തോന്നുന്ന കേസ് മാത്രം നമുക്ക് ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ അതുപോലെ റീറ്റെയിൻ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ആദ്യത്തെ നെഗേഷൻ ചെന്നൈ ഈസ് നോട്ട് ദ ക്യാപിറ്റൽ ഓഫ് തമിഴ്നാടു. രണ്ടാമത്തെ 2 ഈസ് നോട്ട് എ കോംപ്ലക്സ് നമ്പർ. ആ നോട്ട് ഒഴിവാക്കിയാൽ മതിയായിരിക്കും. 2 ഈസ് എ കോംപ്ലക്സ് നമ്പർ. ഓൾ ട്രയാങ്കിൾസ് ആർ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. അടുത്തത് ദ നമ്പർ 2 ഈസ് ഗ്രേറ്റർ ദാൻ 7. ദ നമ്പർ 2 ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 7. എവരി നാച്ചുറൽ നമ്പർ ഈസ് ആൻ ഇൻറ്റീജർ. എവരി നാച്ചുറൽ നമ്പർ ഈസ് നോട്ട് ആൻ ഇൻറ്റീജർ. നോട്ട് വയ്ക്കലാണ് നെഗേഷൻ. അപ്പം നെഗേഷൻ എന്നുള്ളത് ഒരു മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരുന്ന ഒന്നാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4. ആർ ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നെഗേഷൻസ് ഓഫ് ഈച്ച് അതർ? 2 ക്വസ്റ്റ്യനാണുള്ളത്. ആ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ തരുന്ന 2 സെൻറ്റൻസ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് അവ പരസ്പര നെഗേഷൻ ആണോ എന്നതാണ് നമ്മുടെ ചോദ്യം. ദ നമ്പർ എക്സ് ഈസ് നോട്ട് എ റേഷണൽ നമ്പർ. ദ നമ്പർ എക്സ് ഈസ് നോട്ട് എൻ ഇറേഷണൽ നമ്പർ. ഇവിടെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നോട്ട് ഒഴിവാക്കാം, അല്ലെങ്കിൽ റേഷണൽ എന്നുള്ളതിൻ്റെ വിപരീതമായ ഇറേഷണൽ ആക്കാം. അപ്പോൾ അതുകൊണ്ട് 1ഉം 2ഉം പരസ്പരം നെഗേഷനാണ് എന്നർത്ഥം. അപ്പോൾ നമ്മളവിടെ ആൻസറായിട്ട് എഴുതേണ്ടത് യെസ് എന്നതാണ്. ദ നമ്പർ എക്സ് ഈസ് എ റേഷണൽ നമ്പർ. ദ നമ്പർ എക്സ് ഈസ് ആൻ ഇറേഷണൽ നമ്പർ. നേരത്തെ നോട്ട് എന്നുള്ളതിന് പകരം ഇവിടെ റേഷണൽ എന്നുള്ളത് ഇറേഷണലാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ഇവ രണ്ടാമത്തെ ക്വസ്റ്റ്യനും പരസ്പരം നെഗേഷനാണ്. അപ്പോൾ നമ്മൾ ആൻസറായിട്ട് എഴുതുന്നത് യെസ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5. ഫൈൻഡ് ദ കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ചെക്ക് വെദർ ദേ ആർ ട്രൂ ഓർ ഫാൾസ്. ശരിയാണോ തെറ്റാണോ? അപ്പോൾ നമുക്ക് 2-3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, കമ്പോണൻറ്റുകൾ എഴുതണം. പിന്നെ ആ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നത് എഴുതണം. നമുക്കറിയാം ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആകുന്നത് അതിലെ കമ്പോണൻറ്റുകൾക്കനുസരിച്ചിരിക്കും. ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കണക്ട് ചെയ്തത് ഓർ വെച്ചിട്ടാണെങ്കിൽ അത് ട്രൂ ആകണമെങ്കിൽ എല്ലാ കമ്പോണൻറ്റും ട്രൂ ആകണമെന്നില്ല. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ട്രൂ ആയാൽ മതി. എന്നാൽ ഫാൾസ് ആകണമെങ്കിൽ എല്ലാ കമ്പോണൻറ്റും ഫാൾസ് ആയിരിക്കണം ഇൻ ദ കേസ് ഓഫ് ഓർ. എന്നാൽ ആൻഡ് ആണെങ്കിൽ ആൻഡ് എന്ന് വെച്ച് കണക്ട് ചെയ്ത ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആകണമെങ്കിൽ എല്ലാ കമ്പോണൻറ്റും ട്രൂ ആയിരിക്കണം. ഫാൾസ് ആകണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഫാൾസ് ആയാൽ മതി. ഇതാണ് നമ്മുടെ ജനറൽ കേസ്. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്പർ 3 ഈസ് പ്രൈം ഓർ ഇറ്റ് ഈസ് ഓഡ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എഴുതേണ്ടത് അതിൻ്റെ കമ്പോണൻറ്റുകളാണ്. അപ്പോൾ നമുക്ക് കമ്പോണൻ്റ് ആണ് എഴുതേണ്ടത്. നമ്പർ 3 ഈസ് പ്രൈം, നമ്പർ 3 ഈസ് ഓഡ്. ഇതാണ് അതിൻ്റെ കമ്പോണൻറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം കമ്പോണൻ്റ് എഴുതാം. കമ്പോണൻസ് ആർ നമ്പർ 3 ഈസ് പ്രൈം, നമ്പർ 3 ഈസ് ഓഡ്. നമുക്കറിയാം നമ്പർ 3 എന്നുള്ളത് പ്രൈമാണ്, അത് ട്രൂ ആണ്. നമ്പർ 3 ഓഡാണ്, അതുകൊണ്ട് അത് ട്രൂവുമാണ്. രണ്ടും ട്രൂ ആണ്. അതായത് വി ക്യാൻ സേ ദറ്റ് ബോത്ത് കമ്പോണൻസ് പി ആൻഡ് ക്യൂ ആർ ട്രൂ. കൂടാതെ കണക്റ്റീവ് ഓർ ആണ്, അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് എന്നർത്ഥം. അപ്പോൾ ബോത്ത് കമ്പോണൻസ് പി ആൻഡ് ക്യൂ ആർ ട്രൂ, ദ കണക്റ്റീവ് ഈസ് ഓർ, therefore the component statement is true. then നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ ഇൻറ്റീജേഴ്സ് ആർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ആദ്യമായിട്ട് നാം കമ്പോണൻറ്റുകളാണ് എഴുതുന്നത്. ഏതൊക്കെയാണ് ആ കമ്പോണൻ്റ് എന്ന് നോക്കാം. പി എന്ന കമ്പോണൻറ്റ് ഓൾ ഇൻറ്റീജേഴ്സ് ആർ പോസിറ്റീവ്, ക്യൂ ഓൾ ഇൻറ്റീജേഴ്സ് ആർ നെഗറ്റീവ്. നമുക്കിവിടെ കണക്ട് ചെയ്യുന്നത് ഓർ ആണ്.
കണക്റ്റീവ് ഓറാണ്. കൂടാതെ എല്ലാ ഇൻറ്റീജറും എല്ലായ്പ്പോഴും പോസിറ്റീവ് അല്ല, എല്ലായ്പ്പോഴും നെഗറ്റീവും അല്ല. അപ്പോൾ അതായത് പിയും ക്യൂവും ഫാൾസ് ആണ് എന്നർത്ഥം. രണ്ടും ഫാൾസ് ആണ്, കണക്ട് ചെയ്തത് ഓറാണ്. അതുകൊണ്ട് ആ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ് എന്നർത്ഥം. ദ കണക്റ്റീവ് ഈസ് ഓർ, ദെർഫോർ ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. 100 ഈസ് ഡിവിസിബിൾ ബൈ 3, 11 ആൻഡ് 5. നമുക്കതിനെ കമ്പോണൻ്റ് എഴുതാം. പി 100 ഈസ് ഡിവിസിബിൾ ബൈ 3, ക്യൂ 100 ഈസ് ഡിവിസിബിൾ ബൈ 11, ആർ 100 ഈസ് ഡിവിസിബിൾ ബൈ 5. കൂടാതെ ഇവിടുത്തെ കണക്റ്റീവ്സ് ആൻഡ് ആണ്. ആദ്യത്തെ അതായത് പി ഫാൾസ് ആണ്, ക്യൂ ഫാൾസ് ആണ്, ആർ ട്രൂ ആണ്. അതുകൊണ്ട് 100 ഈസ് ഡിവിസിബിൾ ബൈ 3, 11 ആൻഡ് 5 എന്നുള്ള കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ് എന്നർത്ഥം. കമ്പോണൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പി ക്യു ആർ. കമ്പോണൻസ് പി ക്യു ആർ ഫാൾസ് ആൻഡ് ആർ ഈസ് ട്രൂ. കണക്ട് ചെയ്തത് ആൻഡ് ആണ്. ആൻഡ് ആണെങ്കിൽ എല്ലാം ശരിയായിരിക്കണം. ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം തെറ്റും. ആർ എന്നുള്ള 100 ഈസ് ഡിവിസിബിൾ ബൈ 5 എന്നുള്ളത് ഫാൾസുമാണ്. അതുകൊണ്ട് ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ്. ദെൻ എക്സസൈസ് 14.3. Each of the following compound statements first identify the connecting words and break into component statements. അപ്പോൾ എന്ത് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്, ആ വാക്കും അറിയണം, കമ്പോണൻറ്റുകളും എഴുതുക. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. All rational numbers are real and all real numbers are not complex. നമുക്കതിൻ്റെ കമ്പോണൻറ്റുകളെ പി ക്യൂ എന്ന് കൊടുക്കാം. അതായത് ആദ്യം എന്താണ് കണക്ട് ചെയ്യുന്ന വേർഡ് എന്നതാണ് ചോദ്യം. അപ്പോൾ കണക്റ്റീവ് വേർഡ് എന്നുള്ളത് ആൻഡ് ആണ്. അപ്പോൾ നമുക്കത് എഴുതാം, കണക്റ്റിംഗ് വേർഡ് ആൻഡ്. ഇനി കമ്പോണൻറ്റുകൾ നമുക്കത് പി ക്യൂ എന്ന രീതിയിൽ എഴുതാം. ഓൾ റേഷണൽ നമ്പേഴ്സ് ആർ റിയൽ, ഓൾ റിയൽ നമ്പേഴ്സ് ആർ നോട്ട് കോംപ്ലക്സ്. ഇതാണ് രണ്ട് കമ്പോണൻറ്റുകൾ. അതിനെ പി ക്യൂ എന്ന രീതിയിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്ക്വയർ ഓഫ് ആൻ ഇൻറ്റീജർ ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ആദ്യം എഴുതേണ്ടത് കണക്റ്റീവ് വേർഡ് എന്താണെന്നാണ്. കണക്റ്റീവ് വേർഡ് ഇവിടെ അറിയാം, പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്നാണ്. അപ്പോൾ ഇവിടുത്തെ കണക്റ്റീവ് വേർഡ് ഈസ് ഓർ. ഇനി ഏതൊക്കെയാണ് കമ്പോണൻറ്റ്? ഒന്നാമത്തെ കമ്പോണൻറ്റ് അതായത് പി, സ്ക്വയർ ഓഫ് ആൻ ഇൻറ്റീജർ ഈസ് പോസിറ്റീവ്, ക്യൂ സ്ക്വയർ ഓഫ് ആൻ ഇൻറ്റീജർ ഈസ് നെഗറ്റീവ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3. The sand heats up quickly in the sun and does not cool down fast at night. ഇവിടെ കണക്ട് ചെയ്യുന്നത് ആൻഡ് ആണ്. സൺ ആൻഡ് ഡസ് നോട്ട് കൂൾ ഡൗൺ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കണക്റ്റീവ് വേർഡ് ആൻഡ് ആണ്. കൂടാതെ നമുക്കതിൻ്റെ കമ്പോണൻറ്റുകൾ എഴുതാം. പി, ദ സാൻഡ് ഹീറ്റ്സ് അപ്പ് ക്വിക്ക്ലി ഇൻ ദ സൺ. ക്യൂ എന്നുള്ള രണ്ടാമത്തെ കമ്പോണൻറ്റ്, ദ സാൻഡ് ഡസ് നോട്ട് കൂൾ ഡൗൺ ഫാസ്റ്റ് അറ്റ് നൈറ്റ്. ഇവിടെ ആൻഡ് കഴിഞ്ഞ് ബാക്കിയുള്ളത് ഇതേ രീതിയിൽ എഴുതിയാൽ മതി. സാൻഡിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻഡ് വെച്ച് തുടങ്ങുകയാണെങ്കിൽ സാൻഡ് ഹീറ്റ്സ് അപ്പ്, സാൻഡ് ഡസ് നോട്ട് കൂൾ. അതുകൊണ്ടാണ് ഇവിടെ രണ്ട് ഭാഗത്തും സാൻഡ് കൊടുക്കുന്ന രീതി നാം അവലംബിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6. നേരത്തെ പോലെ തന്നെയാണ്. അതായത് ആദ്യം എഴുതേണ്ടത് കണക്റ്റീവ് വേർഡും തുടർന്ന് കമ്പോണൻറ്റുകളും. ഇവിടെ എക്സ് ഈക്വൽ ടു 2 ആൻഡ് എക്സ് ഈക്വൽ ടു 3 ആർ ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ 3x² മൈനസ് എക്സ് മൈനസ് 10 ഈക്വൽ ടു 0. ഇവിടെ കണക്ട് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 2 എന്നുള്ളതും ആൻഡ് എക്സ് ഈക്വൽ ടു 3, ഇത് രണ്ടും റൂട്ടാണ് എന്നതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്, കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ട് ഇവിടെ കണക്റ്റീവ് വേർഡ് ആൻഡ് ആണ്. കണക്റ്റീവ് വേർഡ് ഈസ് ആൻഡ്. കൂടാതെ ഇവിടുത്തെ ഇക്വേഷൻ കമ്പോണൻറ്റുകൾ പറയാൻ പറ്റുന്നത്, അതായത് എക്സ് ഈക്വൽ ടു 2 ഈസ് ദ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ 3x² മൈനസ് എക്സ് മൈനസ് 10 ഈക്വൽ ടു 0. രണ്ടാമത്തെ കമ്പോണൻറ്റ് ക്യൂ, എക്സ് ഈക്വൽ ടു 3 നമ്മൾ ആർ എന്നുള്ളതും റൂട്ട്സ് എന്നുള്ളതും മാറ്റുകയാണ്, കാരണം അത് സിംഗുലറായിട്ട് മാറുകയാണ്. അപ്പോൾ ക്യൂ എന്നുള്ളത് എക്സ് ഈക്വൽ ടു 3 ഈസ് ദ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ 3x² മൈനസ് എക്സ് മൈനസ് 10 ഈക്വൽ ടു 0. ഇനി ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ ഈ ഭാഗത്ത് പറയുന്നില്ല, എങ്കിലും ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് എങ്ങനെയാണ് നോക്കുക?
അതായത് എക്സ് ഈക്വൽ ടു 2 ഈസ് എ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ എക്സ് കാണുന്നത് റൂട്ട് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി 2. അപ്പോൾ ട്രൂ ആണെങ്കിൽ റൂട്ടാണ്, ട്രൂ അല്ലെങ്കിൽ റൂട്ടല്ല. ഇപ്പോൾ ഇവിടെ ഈ കാര്യം ഇവിടെ പറയുന്നില്ലെങ്കിൽ നമുക്ക് ഇതും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ പരിശോധിക്കാം. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 കൊടുക്കുകയാണെങ്കിൽ 3 ഇൻറ്റു 2 സ്ക്വയർ ദാറ്റ് ഈസ് 12 മൈനസ് 2 മൈനസ് 10 ഈക്വൽ ടു 0. 12 മൈനസ് 2 മൈനസ് 10 ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് പി എന്നുള്ള കമ്പോണൻറ്റ് പി എന്ന കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നർത്ഥം. ക്യൂ എന്നുള്ളത് എക്സ് ഈക്വൽ ടു 3 ഈസ് എ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ 3x സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 10 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എക്സിന് 3 കൊടുത്താൽ 3 ഇൻറ്റു 2 സ്ക്വയർ ദാറ്റ് ഈസ് 3 ഇൻറ്റു 3 സ്ക്വയർ 27 മൈനസ് 2 മൈനസ് 3 മൈനസ് 10 അത് 0 അല്ല. ഇവിടെ 27 മൈനസ് 3 മൈനസ് 10 27 മൈനസ് 13 എന്ന് പറഞ്ഞാൽ 14 ഈക്വൽ ടു 0 എന്നാണ്. അത് ഫാൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് പി എന്നുള്ളത് ട്രൂ ആണ്, ക്യൂ എന്നുള്ളത് ഫാൾസ് ആണ്. അതിവിടെ ചോദിച്ചിട്ടില്ലെങ്കിലും ആ രീതിയിൽ ചോദ്യം വരികയാണെങ്കിൽ ചെയ്യേണ്ടത് ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ് എന്നതാണ് നാം എഴുതേണ്ട ഉത്തരം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7. Identify the quantifier in the following statements and write the negation of the statement. ഇവിടെ 3 ക്വസ്റ്റ്യൻ ആണുള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ, there exists a number which is equal to its square. എന്താണ് ഇവിടുത്തെ ക്വാണ്ടിഫയർ? നമുക്കറിയാം ക്വാണ്ടിഫയർ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ളതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒന്ന് there exists, മറ്റൊന്ന് for every. ഇങ്ങനെ 2 എണ്ണമാണുള്ളത്. ഇവിടെ തുടക്കത്തിൽ പറയുന്നു there exists. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വാണ്ടിഫയർ എന്നുള്ളത് there exists. ഇനി അതിൻ്റെ നെഗേഷൻ എഴുതണം. നമുക്ക് 2 കാര്യമാണ് ഈ ചോദ്യത്തിൽ ചെയ്യാനുള്ളത്. ഒന്ന്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്വാണ്ടിഫയറിനെ തിരഞ്ഞെടുത്ത് എഴുതുക. രണ്ടാമത്, തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനെ നെഗേഷനാക്കി എഴുതുക. അപ്പോൾ ഇതിൻ്റെ നെഗേഷൻ എന്ന് ചോദിച്ചാൽ there exists a number which is equal to its square എന്ന് പറഞ്ഞാൽ there does not exist a number which is equal to its square. അതാണ് നെഗേഷൻ. ദെൻ ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. For every real number x is less than x plus 1. ഏതൊരു എക്സ് എടുത്താലും എക്സ് ലെസ് ദാൻ എക്സ് പ്ലസ് 1 എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടുത്തെ ക്വാണ്ടിഫയർ നമുക്കറിയാം ക്ലിയർലി ഫോർ എവരി എന്നുള്ളതാണ് ക്വാണ്ടിഫയർ. ഇനി ഇതിൻ്റെ നെഗേഷൻ ആക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ വേർഡ് ബൈ മീനിങ് ഒന്ന് നോക്കാം. ഏതൊരു എക്സ് എടുത്താലും എക്സ് ചെറുതാണ് എക്സ് പ്ലസ് 1-നേക്കാൾ. അതേ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ അതിൻ്റെ നെഗേഷൻ എഴുതുന്നത് എല്ലാ എക്സിനും എക്സ് ലെസ് ദാൻ എക്സ് പ്ലസ് 1 ആണ് എന്നതിനെ അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നത് ഒരു എണ്ണത്തിനെങ്കിലും ഈ കണ്ടീഷൻ ഇല്ല എന്ന് പറയാനാണ്. അതായത് there does not exist എന്ന രീതിയിലാണ് നാം അതിന് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നാം അത് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഫീസ് അടച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ നെഗേഷൻ ഒരു കുട്ടി ഫീസ് അടച്ചില്ല എന്നുള്ളതാണ്. എല്ലാവരും ഫീസ് അടച്ചു എന്നുള്ളതിൻ്റെ നെഗേഷൻ ഇന്ന കുട്ടി ഫീസ് അടച്ചില്ല, ഒരു കുട്ടി ഉണ്ട് ക്ലാസ്സിൽ, ആ കുട്ടി ഫീസ് അടച്ചില്ല എന്ന് പറയുന്നതാണ്. അതേ രീതിയിലാണ് ഇവിടെ നാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നെഗേഷൻ there exists a real number x such that x is not less than x plus 1. ഇവിടെ എക്സ് ലെസ് ദാൻ എക്സ് പ്ലസ് 1 എന്നുള്ളിടത്ത് ഒരിക്കലും എക്സ് ഗ്രേറ്റർ ദാൻ എന്നാക്കി മാറ്റരുത്. എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് പ്ലസ് 1, ലെസ് ദാൻ എന്നുള്ളതിൻ്റെ വിപരീതം ഗ്രേറ്റർ ദാൻ അല്ല. ഈ നെഗേഷനായിട്ട് വരുമ്പോൾ ഒരിക്കലും നാം എഴുതരുത് നോട്ട് എന്നുള്ളത് ചേർക്കുകയാണ്. ഇപ്പോൾ 2 + 3 ഈക്വൽ ടു 7 എന്ന് ചോദിച്ചാൽ അതിൻ്റെ നെഗേഷൻ 2 + 3 നോട്ട് ഈക്വൽ ടു 7 എന്നതാണ് എഴുതുക. 2 + 3 ഈക്വൽ ടു 5 എന്ന് എഴുതരുത് എന്നർത്ഥം. Then question number 7. 7ലെ third question. There exists a capital for every state in India. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും സ്വന്തമായിട്ട് ക്യാപിറ്റൽ ഉണ്ട്. ഇതിൽ 2 ക്വാണ്ടിഫയർ ആണുള്ളത്. ഒന്ന് there exists, മറ്റൊന്ന് for every. അപ്പോൾ ക്വാണ്ടിഫയർ എഴുതേണ്ടത് there exists for every. ദെൻ മറ്റൊന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും തലസ്ഥാനമുണ്ട്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെയാണ്. ഒരു സംസ്ഥാനമുണ്ട് എന്നും അതിന് ക്യാപിറ്റൽ ഇല്ല എന്നുമാണ് നാം പറയേണ്ടത്. അതായത്
there exists a state which does not have a capital. Then question number 8. Check whether the following pairs of statements are negation of each other. Give reason for your answer. ഇവിടെ തന്നിരിക്കുന്ന 1, 2 ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ പരസ്പരം നെഗേഷൻ ആണോ എന്നതാണ് ചോദ്യം. x plus y equal to y plus x is true for every real number x and y. അപ്പോൾ ഒന്നാമത്തതും രണ്ടാമത്തതും പരസ്പരം നെഗേഷൻ ആണ് അല്ലെങ്കിൽ അല്ല എന്ന് നാം നോക്കുന്നത് ഒന്നാമത്തതിൻ്റെ നെഗേഷൻ ഒന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എഴുതി നോക്കിയാൽ അത് രണ്ടും ഒരുപോലെയാണോ, ഒന്നിൻ്റെ നെഗേഷനും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന രണ്ടും ഒരുപോലെയാണോ എന്നതാണ് നാം നോക്കാൻ ഏറ്റവും നല്ല മെത്തേഡ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നെഗേഷൻ ഒന്ന് നോക്കാം. അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു വൈ പ്ലസ് എക്സ് ഈസ് ട്രൂ ഫോർ എവരി റിയൽ നമ്പർ എക്സ് ആൻഡ് വൈ. നേരത്തെ നമ്മൾ ഇതുപോലെ നെഗേഷൻ എഴുതിയതായിരുന്നു ക്വാണ്ടിഫയറിൻ്റെ കേസിൽ 8ാമത്തെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ നെഗേഷൻ ദർ എക്സിറ്റ്സ് റിയൽ നമ്പർ എക്സ് ആൻഡ് വൈ ഫോർ വിച്ച് എക്സ് പ്ലസ് വൈ നോട്ട് ഈക്വൽ ടു വൈ പ്ലസ് എക്സ് എന്നതാണ്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ ദർ എക്സിറ്റ്സ് റിയൽ നമ്പർ എക്സ് ആൻഡ് വൈ ഫോർ വിച്ച് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു വൈ പ്ലസ് എക്സ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്നാമത്തേതും രണ്ടാമത്തേതും പരസ്പരം നെഗേഷൻ അല്ല എന്ന് നമുക്ക് പറയാം. 1 and 2 ആർ നോട്ട് നെഗേഷൻ ഓഫ് ഈച്ച് അതർ. നമുക്കിനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് വെദർ ദ ഓർ യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്സ്ക്ലൂസീവ്, ഇൻക്ലൂസീവ്. ഇൻക്ലൂസീവ് ഓറാണോ എക്സ്ക്ലൂസീവ് ഓറാണോ അതിൻ്റെ കാരണവുമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. സൺ റൈസസ് ഓർ മൂൺ സെറ്റ്സ്. ഇവിടെ എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറഞ്ഞാൽ ഒരേ സമയം രണ്ടും സാധ്യമല്ല എന്നുള്ളതാണ്. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം രണ്ടും പറ്റും. അപ്പോൾ ഇവിടെ സൺ റൈസസ് ഓർ മൂൺ സെറ്റ്സ്, അതായത് ഒരേ സമയം സൺ റൈസ് ഫോർ സൺറൈസ് ആൻഡ് മൂൺ ടു സെറ്റ് എന്നുള്ളത് ഒരേ സമയം നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത് എക്സ്ക്ലൂസീവ് ഓറാണ്. ഓർ ഈസ് എക്സ്ക്ലൂസീവ്. കാരണം ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ദ സൺ ടു റൈസ് ആൻഡ് ദ മൂൺ ടു സെറ്റ് ടുഗദർ. ഒരേ സമയം രണ്ടും സാധ്യമല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ടു അപ്ലൈ ഫോർ ഡ്രൈവിംഗ് ലൈസൻസ് യു ഷുഡ് ഹാവ് എ റേഷൻ കാർഡ് ഓർ എ പാസ്പോർട്ട്. ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ റേഷൻ കാർഡും വേണം, അല്ലെങ്കിൽ പാസ്പോർട്ട് വേണം. റേഷൻ കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ പാസ്പോർട്ട് ഉപയോഗിച്ചോ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരേ സമയം ഒരേ വ്യക്തിക്ക് തന്നെ റേഷൻ കാർഡും ഉണ്ടായിരിക്കും, പാസ്പോർട്ടും ഉണ്ടായിരിക്കും. ഇത് രണ്ടും ഒരേ സമയം വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം. കാരണം രണ്ടും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഏത് ഒന്നാമത്തെ കേസ് വേണമെങ്കിൽ അതെടുത്തിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് തരാം, പാസ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് തരാം. അതേസമയം അതിൻ്റെ അർത്ഥം ഒരേ സമയം ഒരേ വ്യക്തിക്ക് തന്നെ റേഷൻ കാർഡും ഉണ്ടായിരിക്കും, പാസ്പോർട്ടും ഉണ്ടായിരിക്കും. അതിനെയാണ് നാം പറയുന്നത് ഇൻക്ലൂസീവ് ഓർ. കാരണം ഇറ്റ് ഈസ് പോസിബിൾ ഫോർ എ പേഴ്സൺ ടു ഹാവ് ബോത്ത് റേഷൻ കാർഡ് ആൻഡ് പാസ്പോർട്ട് ടു അപ്ലൈ ഫോർ ഡ്രൈവിംഗ് ലൈസൻസ്. ദെൻ ഇതിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ ഇൻറ്റീജേഴ്സ് ആർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. എല്ലാ ഇൻറ്റീജേഴ്സും പോസിറ്റീവാണ്, അല്ലെങ്കിൽ എല്ലാ ഇൻറ്റീജേഴ്സും നെഗറ്റീവാണ്. നമുക്കറിയാം ഒരേ സമയം ഒരു നമ്പർ ഒരിക്കലും എല്ലാം പോസിറ്റീവും കൂടിയാവില്ല, നെഗറ്റീവും കൂടിയാവില്ല. പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചാൽ തന്നെ എല്ലാ ഇൻറ്റീജറും പോസിറ്റീവ് അല്ല. ഇനി പോസിറ്റീവ് ആണെങ്കിൽ തന്നെ അത് നെഗറ്റീവ് ആകാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇവിടുത്തെ ഓർ എക്സ്ക്ലൂസീവ് ഓറാണ്. കൂടാതെ കാരണം ഓൾ ഇൻറ്റീജേഴ്സ് കനോട്ട് ബി ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്നതാണ് അതിൻ്റെ റീസൺ. ദെൻ എക്സസൈസ് 14.4 ക്വസ്റ്റ്യൻസ്. നമ്മളെല്ലാം തുടർച്ചയായിട്ട് നമ്പർ ഇടുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ 10, 11, 12 എന്ന് പറഞ്ഞ് ഇട്ട് പോകുന്നത്. റീറൈറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ഇഫ് ദെൻ ഇൻ 5 ഡിഫറെൻറ്റ് വേസ് കൺവേയിങ് ദ സെയിം മീനിങ്. ഒരേ അർത്ഥത്തിലാണ് ഇഫ് ദെൻ ഉപയോഗിക്കേണ്ടത്, ഒരേ മീനിങ്. ഇഫ് എ നാച്ചുറൽ നമ്പർ ഈസ് ഓഡ് ദെൻ ഇറ്റ്സ് സ്ക്വയർ ഈസ് ആൾസോ ഓഡ്. നമുക്ക് 5 തരമല്ല, 5ൽ കൂടുതൽ മോഡലിൽ ഒരേ സെൻറ്റൻസിനെ ഒരേ മീനിങ് വരത്തക്ക രീതിയിൽ ഇഫ് ദെൻ വെച്ച് ഉപയോഗിക്കാം. ഇഫ് എ നാച്ചുറൽ നമ്പർ ഈസ് ഓഡ് ദെൻ ഇറ്റ്സ് സ്ക്വയർ ഈസ് ആൾസോ ഓഡ്. ഒന്നാമത്തെ
a natural number is odd implies that its square is odd. Then മറ്റൊന്ന് a natural number is odd if and only if its square is odd. Only if its square is odd. നമുക്കിനി നെസസറി കണ്ടീഷൻ വെച്ച് എഴുതാം, സഫിഷ്യൻറ്റ് കണ്ടീഷൻ, ഇങ്ങനെ വിവിധ രീതിയിൽ എഴുതാം, പിന്നെ കോൺട്രാപോസിറ്റീവായിട്ടും എഴുതാം. ദെൻ അടുത്തത് ഫോർ എ നാച്ചുറൽ നമ്പർ ഈസ് ടു ബി ഓഡ് it is necessary that its square is odd. For a square of a natural number to be odd, it is sufficient that the number is odd. If the square of a natural number is not odd, then the natural number is not odd. ഈ അവസാനം എഴുതിയതാണ് നാം കോൺട്രാപോസിറ്റീവ് മോഡലിൽ എഴുതിയത്. നമുക്ക് ഇനിയും അടുത്തൊരു മോഡൽ കൂടി എഴുതാം. ആവശ്യമില്ല, 5 തവണയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്ന് മാത്രം നമ്മൾ ഈ രീതിയിൽ ഏറ്റവും എളുപ്പമുള്ള 5 തരത്തിൽ എഴുതിയെന്ന് മാത്രം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11. റൈറ്റ് ദ കോൺട്രാപോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. 5 ക്വസ്റ്റ്യൻ ആണുള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ, ഇഫ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ദെൻ എക്സ് ഈസ് ഓഡ്. നമുക്ക് ആദ്യം കോൺട്രാപോസിറ്റീവ് എഴുതാം. കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ പി ഇംപ്ലൈസ് ക്യൂ എന്ന മോഡലാണ്. പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളതിൻ്റെ കോൺട്രാപോസിറ്റീവ്, നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. പിന്നെ നമുക്കൊന്ന് കോൺവേഴ്സ് ആണ് കാണാനുള്ളത്. അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളത് ക്യൂ ഇംപ്ലൈസ് പി എന്ന രീതിയിൽ എഴുതിയാൽ അത് കോൺവേഴ്സ് ആയിട്ട് മാറും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഈഫ് ദെൻ എന്ന കേസാണ്. അപ്പോൾ ഇവിടെ ഒരു കോമ ഉണ്ടാവും, ഈഫ് ഉണ്ടാവും, കോമ ദെൻ. ഇതേ രീതിയിൽ കണ്ടെത്തൽ എളുപ്പമാണ്. അപ്പോൾ ഒന്നാമത്തെ ഈഫ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ദെൻ എക്സ് ഈസ് ഓഡ് എന്നുള്ളതിന് രണ്ടാമത്തെ ഭാഗം ദെൻ കഴിഞ്ഞ ഭാഗം ഒന്ന് നോക്കാം. അതായത് ഈഫ് ഇവിടെ എക്സ് ആണ്, അപ്പോൾ ഇവിടെ ഈഫ് കൊടുക്കേണ്ടി വരും. ഇഫ് എക്സ് ഈസ് നോട്ട് ഓഡ് ദെൻ എക്സ് ഈസ് നോട്ട് പ്രൈം. ഇതാണ് അവിടുത്തെ കോൺവേഴ്സ്, കോൺട്രാപോസിറ്റീവ്. ഇനി കോൺവേഴ്സ് ആണെങ്കിൽ നേരെ തിരിക്കുന്നു. ഇഫ് എ നമ്പർ എക്സ് ഈസ് ഓഡ് ദെൻ ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ. അതാണ് അവിടുത്തെ കോൺവേഴ്സ്. അപ്പോൾ ആദ്യം നമുക്ക് കോൺട്രാപോസിറ്റീവ് എഴുതാം. ഇഫ് എക്സ് ഈസ് നോട്ട് ഓഡ് ദെൻ എക്സ് ഈസ് നോട്ട് പ്രൈം. കോൺവേഴ്സ് ആണെങ്കിൽ if a number x is odd then it is a prime number. Then second question, if the two lines are parallel then they do not intersect in the same plane. പാരലൽ ആണെങ്കിൽ ഒരേ പ്ലെയിനിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ കോൺട്രാപോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ ഒരു നെഗേഷൻ ഉണ്ട്, നോട്ട് ഉണ്ട്. ആ നോട്ട് ഒഴിവാക്കി നമുക്ക് തുടങ്ങാം. പിന്നെ ഇവിടെ ഒരു നോട്ട് വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ കോൺട്രാപോസിറ്റീവ്, if two lines intersect in the same plane then they are not parallel. ഇനി ഇതിൻ്റെ കോൺവേഴ്സ് ആണ്. if two lines do not intersect in the same plane then they are parallel. ജസ്റ്റ് ചെയ്യുന്നത് ദേ എന്നുള്ളിടത്ത് ടു ലൈനിൻ്റെ കാര്യമാണ്. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ദേ എന്ന് വെച്ച് തുടങ്ങാനാവില്ല. അതുകൊണ്ട് മാത്രമാണ് if two lines do not intersect in the same plane, പിന്നെ ലൈൻസ് വേണ്ട, പിന്നെ ദേ എന്ന് മതി. അതാണ് ഇവിടെ നമ്മൾ അനുവർത്തിച്ച മെത്തേഡ്. ദെൻ തേർഡ്, സംതിങ് ഈസ് കോൾഡ് ഇംപ്ലൈസ് ദാറ്റ് ഇറ്റ് ഹാസ് ലോ ടെമ്പറേച്ചർ. കോൺട്രാപോസിറ്റീവ്, ഇഫ് സംതിങ് ഡസ് നോട്ട് ഹാവ് ലോ ടെമ്പറേച്ചർ ദെൻ ഇറ്റ് ഈസ് നോട്ട് കോൾഡ്. കോൺവേഴ്സ്, if something is at low temperature then it is cold. Then question number 4, you cannot comprehend geometry if you do not know how to reason deductively. ഇവിടെ അതേ കോൺട്രാപോസിറ്റീവ് ആണെങ്കിൽ രണ്ട് ഭാഗത്തും നെഗേഷൻ ഉണ്ട്, അത് രണ്ടും ഒഴിവാക്കിയാൽ മാത്രം മതി. അപ്പോൾ കോൺട്രാപോസിറ്റീവ് ആണെങ്കിൽ if you know how to reason deductively then you can comprehend geometry. ഇനി കോൺവേഴ്സ് ആണെങ്കിൽ if you don't know how to reason deductively then you cannot comprehend geometry. Just P implies Q എന്നുള്ളത് Q implies P ആക്കി മാറ്റിയാൽ we can easily find the converse of the statement. Then fifth, x is an even number implies that x is divisible by 4. അതായത് ഇവിടെ if തന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് if x is an even number then x is divisible by 4 എന്ന മോഡലാണ് അത് എന്നർത്ഥം. അപ്പോൾ നമുക്ക് അതിൻ്റെ കോൺട്രാപോസിറ്റീവ് എഴുതുമ്പോൾ if x is not divisible by 4 then x is not an even number.
അതിൻ്റെ കോൺവേഴ്സ് ആണെങ്കിൽ ചെയ്യാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ 4 then x is an even number എന്നതാണ് അതിൻ്റെ കോൺവേഴ്സ്. Then question number 12. Write each of the following statements in the form if then. If then എന്ന് വെച്ച് കണക്ട് ചെയ്യുന്നു. ഇവിടെ 4 ക്വസ്റ്റ്യൻ. You get a job implies that your credentials are good. ഇതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? If you get a job then your credentials are good എന്ന രീതിയിൽ നമുക്ക് ആദ്യ ക്വസ്റ്റ്യന് എഴുതാം. രണ്ടാമത്തെ, the banana trees will bloom if it stays warm for a month. അതും അതെ ഇതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ if the banana trees stays warm for a month then it will bloom. Then third question, a quadrilateral is a parallelogram if its diagonals bisect each other. നമുക്കതിനെ മാറ്റി എഴുതുന്നത് if the diagonals of a quadrilateral bisect each other then it is a parallelogram. Then 12ാമത്തേൽ 4ാമത്തെ ക്വസ്റ്റ്യൻ, to get a plus in the class it is necessary that you do all exercise of the book. അതിൻ്റെ if then വെക്കുകയാണെങ്കിൽ ഇവിടെ ടു ഗെറ്റ് എ പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, ഇഫ് യു വാണ്ട് ടു ഗെറ്റ് എൻ എ പ്ലസ് ഇൻ ദ ക്ലാസ് ദെൻ യു ഡു ഓൾ എക്സസൈസ് ഓഫ് ദ ബുക്ക് എന്ന രീതിയിലേക്ക് അതിനെ ഇഫ് ദെൻ വെച്ച് വി ക്യാൻ ഈസിലി കണക്ട്. ദെൻ 13, ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ ആൻഡ് ബി. 2 ക്വസ്റ്റ്യനാണുള്ളത്. ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് given below as contrapositive or converse of each other. ഒരെണ്ണം കോൺവേഴ്സ് ആണ്, ഒരെണ്ണം കോൺട്രാപോസിറ്റീവ് ആണ്. അത് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യലാണ് ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം. ഇഫ് യു ലിവ് ഇൻ ഡൽഹി ദെൻ യു ഹാവ് വിൻ്റർ ക്ലോത്ത്സ്. ഡൽഹിയിൽ താമസിക്കുകയാണെങ്കിൽ വിൻ്റർ ക്ലോത്ത് വേണം. ഇഫ് യു ഡോണ്ട് ഹാവ് വിൻ്റർ ക്ലോത്ത്സ് ദെൻ യു ഡോണ്ട് ലിവ് ഇൻ ഡൽഹി. നിങ്ങൾക്ക് വിൻ്റർ ക്ലോത്ത് ഇല്ലെങ്കിൽ ഡൽഹിയിൽ താമസിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോൺവേഴ്സാണ്. കോൺവേഴ്സ് അല്ല, കോൺട്രാപോസിറ്റീവ്. രണ്ടാമത്തെ ഭാഗത്തിൻ്റെ നെഗേഷൻ കൊടുത്ത് വെച്ച് തുടങ്ങി ആദ്യ ഭാഗത്തിൻ്റെ നെഗേഷനിൽ എത്തിച്ചേരുന്നു. അതായത് ക്വസ്റ്റ്യൻ എ എന്നുള്ളത് പി ഇംപ്ലൈസ് ക്യൂ ആണെങ്കിൽ ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് പി ആണ്. അതുകൊണ്ട് ആദ്യത്തെ കോൺട്രാപോസിറ്റീവാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇഫ് യു ഹാവ് വിൻ്റർ ക്ലോത്ത്സ് ദെൻ യു ലിവ് ഇൻ ഡൽഹി. നേരെ തിരിച്ചു പറയുന്നു, ഇഫ് യു ഹാവ് വിൻ്റർ ക്ലോത്ത്സ് രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ക്യൂ ഇംപ്ലൈസ് പി ആണ് രണ്ടാമത്തെ. അതായത് രണ്ടാമത്തെ എന്നുള്ളത് നമുക്കറിയാം അത് കോൺവേഴ്സായി വരുന്നു. ഇനി ബി 13 ബി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് എ പാരലഗ്രാം ദെൻ ഇറ്റ്സ് ഡയഗണൽ ബൈസെക്ട് ഈച്ച് അതർ. If a quadrilateral is a parallelogram then its diagonal bisect each other. അതിന് ഒന്നാമത്തെ പറയുന്നത് if the diagonals of a quadrilateral does not bisect each other. രണ്ടാമത്തെ പാർട്ടിന് നെഗേഷൻ കൊടുത്തു. then the quadrilateral is not a parallelogram. അതായത് നെഗേഷൻ Q implies നെഗേഷൻ P. അപ്പോൾ 13 ബിയിലെ ഒന്നാമത്തെ കോൺട്രാപോസിറ്റീവ് ആണ് എന്നർത്ഥം. if the diagonals of a quadrilateral bisect each other then it is a parallelogram. ജസ്റ്റ് ഫസ്റ്റും ലാസ്റ്റും ഇൻ്റർചേഞ്ച് ചെയ്തു. അതായത് ക്യൂ ഇംപ്ലൈസ് പി ആണ് ഇതിലെ രണ്ടാമത്തെ. അതുകൊണ്ട് രണ്ടാമത്തെ എന്നുള്ളത് കോൺവേഴ്സ് ആണെന്നർത്ഥം. അടുത്ത ക്ലാസ്സിൽ 14.5 എക്സസൈസിലെ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ടെസ്റ്റിൽ വർക്കൗട്ട് ചെയ്ത പ്രധാന ചോദ്യങ്ങൾ കൂടാതെ മിസല്ലേനിയസ് ആ ചോദ്യങ്ങളും കൂടിയാണ് ഇവിടെ അടുത്ത ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരേ ചോദ്യം തന്നെ, ഒരേ പ്രൂഫ് തന്നെ ഡയറക്റ്റ് മെത്തേഡിലൂടെ, കോൺട്രഡിക്ഷൻ മെത്തേഡിലൂടെ, കൗണ്ടർ എക്സാമ്പിൾ മെത്തേഡിലൂടെ ആണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. ഒരേ ചോദ്യം തന്നെ. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചോദ്യമായ √2 ഇറേഷണൽ, അതുപോലെ തന്നെ √3 ഇറേഷണൽ എന്നുള്ളത് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ വഴി പ്രൂവ് ചെയ്യുന്നു. ആ സെക്ഷനോടെ, ആ ക്ലാസ്സോടെ നമ്മുടെ ഈ ചാപ്റ്റർ 14 അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.